എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം കറക്കം തന്നെയായിരുന്നു കറക്കം. പിന്നെ ഈ അടുത്ത കാലത്ത് യൂട്യൂബുകളൊക്കെ ഈ കറക്കത്തിൻ്റെ ഇടയിൽ യൂട്യൂബ് കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ കാണാറുണ്ട് പല ആളുകളുടെയും. ഞാൻ കണ്ടൊരു കാര്യം അതെന്നെ വല്ലാതെ അതിശയപ്പെടുത്തുകയാണ്. പണ്ടൊക്കെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മൊത്തം മതങ്ങൾ തമ്മിലുള്ള അടിപിടിയാണ്. എൻ്റെ മതമാണ് വലുത്, എൻ്റെ മതമാണ് വലുത് എന്ന് പറഞ്ഞിട്ട് അടിപിടി. അതിൽ നിന്ന് മതത്തുനിന്ന് വിരമിച്ച കുറേ ആൾക്കാരുടെ വീഡിയോസ്, അതല്ല നമ്മൾ വിരമിച്ചത് ഇന്ന കാരണം കൊണ്ടാണ്, അന്ന കാരണം കൊണ്ടാണ്. പിന്നെ മതങ്ങൾ തമ്മിൽ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള സംവാദങ്ങൾ, അതായത് എൻ്റെ മതത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംവാദങ്ങൾ. പിന്നെ യുക്തിവാദികളും മതത്തിൻ്റെ പണ്ഡിതന്മാരും തമ്മിലുള്ള സംവാദങ്ങൾ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഞാനിന്ന് പറയാൻ പോകുന്നത് അതൊന്നുമല്ല. ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും വന്നിരിക്കുന്ന ഒരു ട്രെൻഡ്, അതായത് എല്ലാ മതങ്ങളിലെ കഥയും ചേർത്തിട്ട് ഒരു സംഭവത്തിലാക്കിയിട്ട് ഇതൊക്കെ ഏലിയൻ ഉണ്ടാക്കിയതാണ്, ഏലിയൻസാണ് നമ്മുടെ ആരുണ്ടാക്കിയ മനുഷ്യന്മാരുണ്ടാക്കിയത്, അവർക്ക് ബുദ്ധി കൊടുത്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏലിയനാണെന്ന് വാദിച്ച് ജയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല യൂട്യൂബേഴ്സും. അറിയാലോ, യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായാലും നിങ്ങളായാലും യൂട്യൂബ് തുടങ്ങുന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കുക. അതിനെന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഉള്ള കണ്ടൻസ് കണ്ടെത്തണം. അപ്പം ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള പുതിയ കണ്ടൻസുകൾ കണ്ടെത്തിയിട്ട് അവർ ചെയ്യുന്നതാണ്. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ ഇത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഈ കണ്ടൻറ്റ് കണ്ടെത്തിയ ഒരു യൂട്യൂബ് ചാനൽ, അത് അവർ പറഞ്ഞ കഥ എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇത് തുടങ്ങുന്നത് 1849 ഇറാഖിൽ നടത്തിയ പുരാവസ്തു ഗവേഷണത്തിൽ ഏകദേശം 14 കളിമൺ ഫലകങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് സുമേറിയ സംസ്കാരം അറിയാലോ, അതാണെന്നല്ലോ ഭയങ്കര പണ്ടത്തെ സംസ്കാരം എന്ന് പറയുന്നത്. ഈ സുമേറിയൻ സംസ്കാരത്തിലുള്ള ലിഖിതങ്ങളടങ്ങിയ ഫലകങ്ങളാണ്, കളിമൺ ഫലകങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊരു വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തേനെ പ്രതിനിധീകരിച്ചിട്ടാണ് ആ പുള്ളി യൂട്യൂബിൽ വീഡിയോ ചെയ്തത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സുമേറിയൻ ലിഖിതങ്ങൾ ഡീകോഡ് ചെയ്തെടുത്ത സമയത്ത് എന്തൊക്കെയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് അതും മുഴുവനായിട്ടൊന്നുമില്ല, അറ്റും പശിയല്ലാനേ ഉള്ളൂ. ഇതൊക്കെ ചേർത്ത് വായിച്ചിട്ട് ഇവരൊരു കഥയുണ്ടാക്കി. അതായത് നീബ്രു എന്ന് പറഞ്ഞ ഗ്രഹത്തു നിന്ന് കുറച്ച് ആളുകൾ നമ്മളെ ഭൂമിയിലേക്ക് വരികയും അവർക്ക് അവരെ ഗ്രഹത്തിനെ നിലനിർത്താൻ ആവശ്യം സ്വർണ്ണമാണ്. ഈ സ്വർണം ഭൂമിയിലേക്ക് അവർ കണ്ടെത്തിയതുകൊണ്ട് അവരിവിടെ വരികയും അവരെന്ത് ചെയ്തു, അവർ വേറെ ഏതോ ഗ്രഹത്തു നിന്ന് അടിമകളെ കൊണ്ടുവന്നിട്ട്, അവർക്കും പേരെല്ലാം ഉണ്ട്, എനിക്കത് ഓർമ്മയൊന്നുമില്ല, ആ അടിമകളെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് എന്താക്കി, സ്വർണം ഖനനം ചെയ്യാൻ നോക്കിയ സമയത്ത് എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് കുറച്ച് ഷാഡ്യലുള്ള ടീമായിരുന്നു കൊണ്ടുവന്നത്. അവരിവരെ അനുസരിച്ചില്ല, അവർ തമ്മിലടിയായി. ഈ കൊണ്ടുവന്ന ടീമിനെ പറയുന്ന പേരാണ് അനുനാഗി എന്ന്. ഈ ആളുകളെ കൊണ്ടുവരാൻ, അതായത് ആദ്യം ഭൂമിയിലെത്തിയ ടീം, സ്വർണം നീബ്രു ഗ്രഹത്തിലുള്ള ടീമാണ് അനുനാഗികൾ. ആ അനുനാഗികളാണ് ഈ ടീമിനെ കൊണ്ടുവന്നത്. ഈ ടീം ഇവരുമായിട്ട് എതിർക്കാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ യുദ്ധം ആയി. എന്നിട്ട് അവർ തോൽപ്പിച്ചു, അനുനാഗികൾ തോൽപ്പിച്ചിട്ട് പിന്നെ അനുനാഗികളെ മനസ്സിലൊരു ചിന്ത വരാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഇവർ പോയി, ഇവരെല്ലാത്തിനെയും നശിപ്പിച്ചു അവർ. അപ്പോൾ അവർക്കൊരു ചിന്ത വരാൻ തുടങ്ങി, ഈ സ്വർണ്ണം എങ്ങനെ ഖനനം ചെയ്ത് എടുക്കും ഇനി, അപ്പോൾ അവർക്ക് അടിമകളെ വേണം. അങ്ങനെ ഭൂമിയിലുള്ള അന്നേരം ഉണ്ടായ മനുഷ്യന്മാരും ഇവരും ഈ ജീനുകൾ തമ്മിൽ സംയോജിപ്പിച്ചിട്ട് പുതിയൊരു മനുഷ്യനെ സൃഷ്ടിക്കാന്നുള്ള ഒരു ഇതായി. ആദ്യത്തെ ശ്രമം അത് പാളിയിട്ട് വേറെ എന്തോ ഒരു ഭീകര ജീവികളൊക്കെ ഉണ്ടായി. അതിനൊക്കെ അടക്കിയതിന് ശേഷം ലാസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് കാണുന്ന തരത്തിലുള്ള ബുദ്ധിയും കഴിവുകളൊക്കെയുള്ള അവരുണ്ടാക്കുന്നതെന്നുള്ള ഒരു കഥയാണ്. അപ്പോൾ ഇവരെ കൊണ്ട് എന്താക്കി, സ്വർണ്ണമെല്ലാം ഖനനെല്ലാം ചെയ്യിപ്പിച്ചു. അങ്ങനെ ഇവർ ആകാശത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. അതിനിടയ്ക്ക് ഇവരെ കുറേ
ഈ എന്താണ് ഈ നമ്മളെ ജനറേഷൻ കുറേ ഉണ്ടാക്കിയതുകൊണ്ട് ഇവിടെ ജനനസംഖ്യ കൂടിയെന്നും അതുകൊണ്ട് ഇവരൊരു വെള്ളപ്പൊക്കം ഉണ്ടാക്കിയെന്നും അതിൽ നിന്നൊരു പെട്ടകം നിർമ്മിച്ചിട്ട് ഇവരെ എന്ത് ചെയ്തു, കുറച്ച് ആളുകളെ രക്ഷിച്ചു എന്നും അതും ഒരു കഥയുണ്ട്. അങ്ങനെ ഇവർ തിരിച്ചുപോയി ഇവരെ ഗ്രഹത്തിലേക്ക്. ഇവർക്ക് ആവശ്യമുള്ള സ്വർണ്ണമെല്ലാം കിട്ടിയപ്പോൾ തിരിച്ചുപോയി. അങ്ങനെയാണ് ഇവിടെ മനുഷ്യന്മാർ ആദ്യമായിട്ട് ഉണ്ടായത്. അങ്ങനെയാണ് സുമേറിയൻ സംസ്കാരം തുടങ്ങിയത് എന്നും അതിൽ പറയപ്പെടുന്നു. ഈ സുമേറിയൻ സംസ്കാരത്തിൻ്റെ ഫലകങ്ങൾ കിട്ടിയ ആ ഫലകത്തിൽ അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവർ എന്താണ്, ഇവർ കുറച്ച് ഇൻ്റലിജൻസ് ഉള്ള ടീമായതുകൊണ്ട് ഇവർ പറഞ്ഞു അത് ദൈവങ്ങളാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദൈവങ്ങളുടെ കഥ തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് ആ യൂട്യൂബേഴ്സ് പല പല രീതിയിൽ ഇതേ കഥേനെ തന്നെ അവർക്ക് പറ്റാവുന്ന രീതിയിൽ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് പല രീതിയിൽ ഇപ്പം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് റിസൾട്ടൊക്കെ എടുത്തു. ഇതിൽ പറയുന്നുണ്ടെങ്കിലും ഇവർ പറയുന്ന പോലെയൊന്നല്ല അതിൽ പറയുന്നത്. ആകാശത്തു നിന്ന് വന്ന ദൈവങ്ങൾ എന്നേ പറയുന്നുള്ളൂ, അല്ലാണ്ട് അവരെ ഏലിയൻസ് എന്നൊന്നും പറയുന്നൊന്നുമില്ല. ആകാശത്തു നിന്ന് വന്ന ദൈവങ്ങൾ. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെ കേരളത്തിൽ ഉള്ള കുറച്ച് ആളുകൾ പഴയ കാലത്താണ് ഇപ്പോൾ എന്ന് വിചാരിക്കുക. കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് പഴയ കാലത്താണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഇടയ്ക്കൊന്നും രാജ്യങ്ങളൊന്നുമില്ല, പിന്നെ അതെല്ലാം ചൈനയൊന്നുമില്ല എന്ന് വിചാരിക്കുക. ഇന്ത്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈനയൊന്നുമില്ല, അവിടെയെല്ലാം ഐസ് മൂടി കിടക്കുകയെന്ന് വിചാരിക്കുക. ഹിമാലയം ഇവരെല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അവർക്ക് ഇപ്പുറത്തേക്കും വരാൻ പറ്റുന്നില്ല, അപ്പുറത്തുള്ള രാജ്യക്കാർക്ക് ഇപ്പുറത്തേക്കും വരാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അവർ കുറേ നമ്മൾ എന്താണ്, നമുക്ക് അത്ര വലിയ കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ബസ്സും കണ്ടിട്ടില്ല, കാറും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്മൾ ഇപ്പം കാളവണ്ടിയും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഭക്ഷണം തേടലും ഈ പറയുന്ന ഇന്ന് കാണുന്ന ഒരു തരത്തിലുള്ള സാങ്കേതിക വിദ്യകളും നമ്മളെ ഇവിടെ ആർക്കില്ല, ഇന്ത്യയിലില്ല എന്ന് വിചാരിക്കുക. നമുക്ക് മൊബൈലില്ല, സാറ്റലൈറ്റ് ഇല്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെ ഉള്ള നമ്മുടെ ഇന്ത്യ അപ്പുറത്തെ, അതായത് ഹിമാലയത്തിനപ്പുറം അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പക്ഷെ അവർ നന്നായിട്ട് ഇന്ന് കാണുന്ന പോലെയുള്ള മൊബൈലും സാറ്റലൈറ്റും സാങ്കേതിക വിദ്യകളൊക്കെയുള്ള ടീമാണെന്ന് വിചാരിക്കുക. ഹെലികോപ്റ്റർ, പ്ലെയിന്, എല്ലാ സംവിധാനവും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർ റൂട്ട് മാപ്പ് ഇവർക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ അല്ലേ പ്ലെയിനും കാര്യങ്ങളും റൂട്ട് മാപ്പൊക്കെ ഇടുക. അങ്ങനെ ഇവരിങ്ങനെ എന്തായി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സമയത്ത് അവരെ റൂട്ട് മാപ്പൊക്കെ തെറ്റിയിട്ട് ഒരു പ്ലെയിൻ എവിടെ വന്നു, നമ്മുടെ ഈ നാട്ടിൽ വന്നു എന്ന് വിചാരിക്കുക. ഒരു പ്ലെയിനോ ഹെലികോപ്റ്ററോ എന്തോ വന്നു എന്ന് വിചാരിക്കുക. ഇവിടെ എത്തിയപ്പോഴൊക്കെയാണ് അവരറിയുന്നത് ഇവർക്ക് യാതൊരുവിധ സാങ്കേതിക വിദ്യകളും ഇല്ല, ഇവർക്ക് എല്ലാം മണ്ടന്മാരാന്നുള്ളതും. അതായത് നമ്മളെ കുറച്ച് വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്ത ടീമാണല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഇവിടെ കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ ആധുനിക സംവിധാനങ്ങളൊക്കെ കുറേ ബസ് ഇതേ ഇവിടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നു, അവർക്കറിയാലോ അതിൻ്റെ ടെക്നോളജീസൊക്കെ അവർക്കറിയാം. അപ്പോൾ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു അവരുടെ സൗകര്യത്തിന്. അതായത് അവർ നിന്ന് ശീലിച്ച, ഇപ്പം നമ്മളിപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ അതേപോലെ ഒരു സൗകര്യത്തോടെ ജീവിച്ച ഒരാളാണെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതേ സൗകര്യം കിട്ടുമെന്നാണ് നമ്മൾ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ സൗകര്യത്തിലേക്ക് മാറാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കൂല, ഇവരുടെ ഇതുമായിട്ട് ശ്രമിക്കൂല. നമ്മൾ ലോഡ്ജിൽ മറ്റേ 5 സ്റ്റാർ ഹോട്ടലുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നുള്ള അന്വേഷിച്ചിട്ട് അവിടെ താമസിക്കൂല. അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ ഈ വന്നവരും. മെൻ്റൽ സൈക്കോളജി അങ്ങനെയാണല്ലോ. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് അവരെ സൗകര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുന്നു. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് അവർ കുറച്ച് കാര്യങ്ങളെല്ലാം ആക്കി കേടായ പ്ലെയിനും, അതായത് ഹെലികോപ്റ്ററോ പ്ലെയിനോ എന്തോ ആയിക്കോട്ടെ, അത് കേടായ ഇതൊക്കെ നന്നാക്കിയതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, പറന്ന് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ആരാണ് ഇവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്തത്? ഈ പ്ലെയിനിൽ വന്നവർ. ഓക്കെ, അപ്പോൾ ഈ പ്ലെയിനിൽ വന്നവർ ആകാശത്തു നിന്ന് വന്നവരാ. നമ്മൾ കാണുമ്പോൾ എന്താണ്, ഇവർ ആകാശത്തു നിന്ന് ഇറങ്ങി വന്നവരാ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈ സുമേറിയൻ ഇതിനിപ്പോൾ നമ്മളെ മറ്റേ സുമേറിയൻ സംസ്കാരം എടുക്കുക. ഇവർ നിൽക്കുന്ന സമയത്ത് ആകാശത്തു നിന്നൊരു ടീം വന്നു എന്നാണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളൂ, അല്ലാണ്ട് അന്യഗ്രഹത്തുനിന്ന് വന്നു എന്നൊന്നുമില്ല. അവർ പറഞ്ഞ നീബ്രു എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നവരാണെന്നാണ് പറഞ്ഞത്. ഇതേപോലെ മറ്റേവർ പറയുന്ന അമേരിക്ക എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ വന്നിനെന്ന് പറയുന്നത്. അമേരിക്ക ഭയങ്കര ടെക്നോളജിയാണ്, ഇന്ത്യ ഒന്നുമില്ല എന്ന് വിചാരിച്ചോ, ഞാൻ നേരത്തെ പറഞ്ഞ കഥ പോലെ. അമേരിക്ക എന്നാണ്. ഇത് കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ പറയും അന്യഗ്രഹത്തു നിന്ന് വന്നതെന്ന്. ഇവിടെയുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ, ഇപ്പം അന്റാർട്ടിക്ക മഞ്ഞ് മൂടി കിടക്കുവാണ്.
ആർക്കും അറിയില്ല അവിടെ പണ്ടെന്താ ഉണ്ടായിന് എന്നുള്ളതൊന്നും. അന്റാർട്ടിക്കയിൽ ആളുകൾ പ്രവേശിക്കൽ പോലും ഇല്ല, അത് നിരോധിച്ചിട്ടാണ് ഉള്ളത്, അത്രയും ഐസാണ്. അപ്പോൾ അതിൻ്റെ അവിടെ പണ്ട് കാലത്ത് ഇത് നല്ലൊരു നമ്മളൊക്കെ താമസിക്കുന്ന പോലെയുള്ള സ്ഥലമാണ്, അവർ ഭയങ്കര ടെക്നോളജി ഉള്ളവരാണെന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പോൾ സുമേറിയൻ സംസ്കാരം തന്നെ എടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ടെക്നോളജിയുള്ള ടീമായിരുന്നു. അന്ധകാലത്ത് അത്രയും നല്ല ടീമുള്ള ടീമായിരുന്നു അവർക്ക്. അതേപോലെ ഏതെങ്കിലും ഒരു ടെക്നോളജിയിലെ ടീം താമസിച്ച സ്ഥലമാണെങ്കിലോ അന്റാർട്ടിക്ക, അവരവിടെ ഹെലികോപ്റ്റർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലോ പറക്കുന്ന ഒരു സംഭവം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലോ അവരിങ്ങോട്ടേക്ക് റൂട്ട് തെറ്റിയിട്ടങ്ങാറ്റി ഇങ്ങോട്ടേക്ക് പറന്ന് വന്നപ്പോഴാണെങ്കിലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അവരാകാശത്തു നിന്ന് വന്നവരാണ്. പക്ഷെ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ ചോദിക്കും അപ്പോൾ ഏലിയൻസ് ഇല്ലേ എന്നുള്ളത്. ഞാൻ പറഞ്ഞു തരാം, അതിനൊരു ഇത് പറഞ്ഞു തരാം. അതായത് നമ്മൾ ഈ ഗാലക്സി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രകാശവർഷം എന്നൊക്കെ. അതായത് അത്രയും ദൂരത്തിലുള്ള അതായത് നമ്മളെ ഗ്രഹവുമായിട്ട് അന്തരീക്ഷത്തിലുള്ള മറ്റുള്ള ഗ്രഹവുമായിട്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു അളവ് പോലെയാണ് പ്രകാശവർഷം ഉള്ളത്, ദൂരം അളക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് സൂര്യൻ്റെ ലൈറ്റ് അവിടുന്ന് ഭൂമിയിലേക്ക് എത്തുന്ന ആ ദൂരം, അല്ലെങ്കിൽ ഇവിടുന്ന് അവിടെ എത്തുന്ന ദൂരം, അതാണ് പ്രകാശവർഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സൗരയൂഥത്തിൽ നമ്മളെ ഗാലക്സിയിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ടല്ലോ, സൗരയൂഥം ഉണ്ടല്ലോ. അതേപോലെ വേറെയും ഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ സൂര്യനും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഗ്രഹങ്ങളൊക്കെ നമ്മളെ ഗാലക്സിയിലുണ്ട്. ഇപ്പോൾ ഈ ഗാലക്സിയിൽ നിന്ന് ആയിക്കോട്ടെ, ഈ സൗരയൂഥം എന്നല്ലാണ്ട് മറ്റൊരു ഇതുപോലെ ഒരു സൗരയൂഥം ഉണ്ട് ഈ ഗാലക്സിയിൽ എന്ന് വിചാരിച്ചോ. ഇവിടുന്ന് നമ്മുടെ ഈ സൗരയൂഥം കടന്നു പോകാൻ ഇത്ര പ്രകാശവർഷം ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഉദാഹരണം എടുക്കാം. 200 പ്രകാശവർഷമാണെന്ന് വിചാരിച്ചു. 200 പ്രകാശവർഷം എന്ന് പറയുമ്പോൾ 200 വർഷങ്ങൾ കഴിഞ്ഞു. നമുക്ക് ഈ ഗാലക്സി വിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് 200 വർഷം. ഇപ്പം ചന്ദ്രനിൽ പോയിട്ട് വരാൻ 3 മാസം എടുത്തു. ചന്ദ്രനിൽ പോകാൻ വേണ്ടിയിട്ട് 3 മാസം എടുത്തു. നമ്മളെ കഴിച്ച പേടകം. അത് പ്രകാശവർഷം പോകുന്നുണ്ടെങ്കിൽ ഒരു 1.5 മാസം കൂട്ടിക്കോ. സ്പീഡ് അനുസരിച്ചിട്ടാണല്ലോ ഇത് കണക്കാക്കുന്നത്. അപ്പോൾ ഇതേപോലെ വേറൊരു ഗ്രഹത്തിലേക്ക് പോകണമെങ്കിൽ, അതായത് വേറൊരു സൗരയൂഥത്തിലേക്ക് പോകണമെങ്കിൽ അത്രയും പ്രകാശവർഷം സഞ്ചരിക്കണം. 400-500 ലൈറ്റ് ഇയേഴ്സ് സഞ്ചരിച്ചാൽ മാത്രമേ ഇത് കടക്കാൻ പറ്റൂ. അതിനൊരു ദൂരം ശാസ്ത്രജ്ഞർ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്ര ഈ ഗാലക്സി കടന്നു പോകാൻ പ്രകാശവർഷത്തിൽ സഞ്ചരിച്ചാൽ തന്നെ ഇത്രയും വർഷങ്ങൾ വേണ്ടി വരുന്നുള്ളത്. ഒരു മനുഷ്യന് ഒരിക്കലും അത് സാധ്യമല്ല. കാരണം എന്താ വെച്ചാൽ ഓൻ ജീവിക്കുന്ന വയസ്സ് എന്ന് പറയുന്നത് കൂടി വന്നാൽ 90 അല്ലെങ്കിൽ 100 വയസ്സ്. 100 വർഷം അയാൾ മരിച്ചു പോകും. അയാൾ 20-25 വയസ്സിലാണ് അവൻ്റെ ഏറ്റവും നല്ലൊരു 20 to 40 വരെയാണ് അവൻ്റെ ഏറ്റവും നല്ല ആരോഗ്യമുള്ള അറിവ് എല്ലാം സമ്പാദിച്ച ഒരു ഇതെന്ന് പറയുന്നത്. ആ ഒരു വർഷത്തിൽ എന്ത് ചെയ്യണം, അവിടെ എത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അല്ലാണ്ട് 80-ആം വയസ്സിൽ വടിയും കുത്തിപ്പിടിച്ച് വെക്കുന്ന സമയത്ത് നമ്മളൊരു ഗ്രഹത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനും കഴിയില്ല, ഒന്നും ഓർമ്മയുണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും. ചില 80 വയസ്സുള്ളവർക്കെല്ലാം ഉണ്ട്, നല്ല ഓർമ്മശക്തിയും നല്ല ഇതെല്ലാം ഉള്ളവരൊക്കെ ഉണ്ട്, അല്ലാന്ന് പറയുന്നില്ല. എന്നാലും ഞാൻ പറയുന്നത് നമുക്ക് ഓർമ്മശക്തിയോ കാര്യങ്ങൾ കിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സയൻറ്റിസ്റ്റ് വേറൊരു ഗ്രഹത്തു നിന്ന് ഇവിടെ എത്തി എന്ന് പറയുമ്പം അയാൾക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നമ്മുടെ ഈ ഇതിലുള്ളത്. പിന്നെ ഏലിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ല ഉൽക്കകളെല്ലാം പതിക്കുന്നുണ്ടല്ലോ, ഉൽക്കകൾ പതിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അതിൽ വല്ല ആൽഗ പോലെയുള്ള സംഭവങ്ങൾ വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ഒരു ഗ്രഹത്തുനിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് എത്തൽ സയൻറ്റിഫിക്കലി ഇപ്പോഴത്തെ അവസ്ഥയിൽ സംഭവമല്ല. പിന്നെ അത് ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാലും പ്രകാശവേഗത്തിന് അപ്പുറം പറക്കുന്ന ഒരു ടെക്നോളജി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അത്രയും പ്രകാശത്തിൻ്റെ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഉണ്ടാക്കിയാലുള്ള അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം പിന്നെ ഒരു ഏലിയൻ വരണം എന്നുള്ളത് വന്നു നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി എന്നുള്ളത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പണ്ടുള്ളവർ പറഞ്ഞ അതേ പോയിന്റിലേക്കാണ് ഇപ്പോൾ ഉള്ളവരും പോകുന്നത്. അതാണ് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഇതേപോലെയുള്ള വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. കാരണം പണ്ടുള്ളവർ പറഞ്ഞു ദൈവമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകൾ ഉണ്ടാക്കി അവർ തമ്മിൽ തല്ലുകൂടൽ തുടങ്ങി, യുദ്ധങ്ങളായി, ഒരുപാട് നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായി, കുറേ പേര് മരിച്ചു. ഈ മതത്തിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പേരിലെല്ലാം കുറേ പേര് മരിച്ചു. ഇനിയിപ്പോൾ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവർ ഇതേപോലെ കഥകൾ ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് ഇതിൻ്റെ പേരിലായിരിക്കും തല്ല്. ഏലിയൻ മതം, പുതിയ മതമാണ് ഏലിയൻ തിയറി, ഏലിയൻ മതം. പല തരത്തിലും പല UFO കണ്ടിട്ടുണ്ടെന്നും മറ്റേതും മറിച്ചതൊക്കെ യൂട്യൂബിൽ അടിച്ചു വിടുന്നുണ്ട്. എല്ലാം തള്ളാണ്. ഒരു കാരണവശാലും
ഇന്ന് ഏത് ശാസ്ത്രജ്ഞരോട് എനിക്ക് വലിയ അറിവൊന്നുമില്ല, പക്ഷെ നിങ്ങൾ അങ്ങനെയുള്ള ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, ഒരു കാരണവശാലും എന്ത് പറ്റില്ല. അങ്ങനെ ഒരു ഗ്രഹത്തു നിന്ന് ഏതെങ്കിലും ഒരു ഗ്രഹത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അവർക്ക് സയൻറ്റിഫിക്കലി നടക്കൂല. പിന്നെ അവരെന്ത് ചെയ്യണം? നമ്മളെ യന്ത്രൻ പോലെയുള്ള യന്ത്രൻ സിനിമയിൽ നമ്മളെ രജനീകാന്ത് ഉണ്ടാക്കുന്നില്ലേ, റോബോട്ട്, ചിന്തിക്കാനൊക്കെ ശേഷിയിൽ റോബോട്ടിനെ ഉണ്ടാക്കണം. അതായത് അതിന് ഇലക്ട്രിക് ചാർജ് മാത്രം കൊടുത്താൽ മതി, അതിന് മരണമില്ല, അതെങ്ങനെയും മരിക്കൂല, ഒരാൾ നശിപ്പിച്ചാൽ മാത്രമേ നശിക്കൂല, അത് യന്ത്രമാണ്. ആ യന്ത്രം അങ്ങനെയുള്ള ഇപ്പം എൻ്റെ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ലോൺ പോലെയുള്ള ഒരു യന്ത്രത്തിനെ ഉണ്ടാക്കി, ചിട്ടി പോലുള്ള, അതായത് രജനീകാന്ത് ഉണ്ടാക്കിയ ചിട്ടി റോബോട്ടില്ലേ, അതുപോലെ ഞാനൊരു സാധനത്തിന് ഉണ്ടാക്കി. ആ സാധനത്തിന് ഒരു ഇതേപോലെയുള്ള പ്രകാശവർഷത്തിൽ സഞ്ചരിക്കുന്ന ഒരു പേടകം ഉണ്ടാക്കിയിട്ട് അതിനെ അങ്ങോട്ടേക്ക് വിട്ട് കഴിഞ്ഞാൽ അതിനെ കാണാൻ മനുഷ്യനെ പോലെ ഉണ്ടാവും. അത് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം എന്നെ പോലെയാണ്. അതുപോലെയുള്ളൊരു സാധനം ചിലപ്പം വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഇവർ പറയുന്ന പോലെ അവിടെയുള്ള മനുഷ്യന്മാർ ഇവിടെ സ്വർണത്തിന് വേണ്ടിയിട്ട് ഇവിടത്തേക്ക് വന്നിട്ട് നമ്മളെ അടിമകളാക്കി നമ്മൾക്ക് കുറച്ച് ബുദ്ധികളെല്ലാം തന്നു, നമ്മൾ അവരെയാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അതൊരിക്കലും സാധ്യമല്ല. അപ്പോൾ ഇതൊരു മിഥ്യാധാരണ മാത്രമാണ്. അവരത് കണ്ടെത്തിയെന്ന് വെച്ചിട്ട് ഇവിടെ പല തരത്തിലുള്ള ശിലാഫലകങ്ങളും നമ്മളെവിടെ കണ്ടെത്തിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അവരെ കാട്ടിയൊക്കെ എത്രയോ പുരാതനമായിട്ട് കിടക്കുന്നത് ഈ ഇന്ത്യയിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. സുമേറിയക്കാരെ കാട്ടിയും പുരാതനമായിട്ട് ഉള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശാസ്ത്രം മുന്നേ ഇത് കണ്ടെത്തുന്നതിനെക്കാട്ടി മുന്നേ അത് കണ്ടെത്തിയത് കൊണ്ട് അതാണ് ഏറ്റവും ഫസ്റ്റത്തേന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇതാണെന്ന് പറയാൻ പറ്റുമോ? അതൊന്നും അങ്ങനെ പറയാനൊന്നും പറ്റില്ല. അപ്പം ഇത് ലോജിക്കലി ചിന്തിക്കുന്ന, അതായത് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കുന്നവർക്ക് ഇത് കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും. പുതിയൊരു സംഭവം കൊണ്ടുവന്നിട്ട് ആദ്യം യുദ്ധവും തല്ലുംപിടി ആക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മുസ്ലിമിൻ്റെ കുറേ പ്രഭാഷണങ്ങൾ കേൾക്കാം, മുസ്ലിംസിൻ്റെ കുറേ പ്രഭാഷണങ്ങൾ കേൾക്കാം. പിന്നെ പോരാത്തതിന് ഇപ്പം എല്ലാ മതത്തിൻ്റെയും ഉണ്ട്, ഹിന്ദു മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും സിഖ് മതത്തിൻ്റെ അടക്കം ഇപ്പം വൻ പ്രചാരണമാണ് യൂട്യൂബിൽ. നമ്മളെ മതം ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് അവരാരും നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല. അവരെ ചിന്താഗതി, അവരെ വിശ്വാസങ്ങൾ, ഇത് സംഭവങ്ങൾ അവരെ വിജയിക്കട്ടെ എന്ന് തന്നെ പറയുന്നു. പക്ഷെ അതൊന്നല്ല, ഇത് തല്ലുകൂടുന്നു എന്നുള്ളതാണ് പ്രശ്നം. എത്ര ആളുകളുടെ ജീവനാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അവർക്കും സ്വപ്നങ്ങളും മോഹങ്ങളും ഇതൊക്കെ ഇല്ലേ? നിങ്ങളെ മതം നിങ്ങൾ കൊണ്ടു നടന്നോ? അതിനാരും കുറ്റം പറയുന്നില്ല. പക്ഷെ എന്തിന് തല്ലുകൂടുന്നു, എന്തിന് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നു? പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് തീവ്രവാദികൾ അയക്കുന്നു. ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ചൈനക്കാരങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. മതത്തിൻ്റെ പേരിൽ ഇവിടെ തന്നെ തല്ലുകൂടുന്നവർ ഇഷ്ടം പോലെയുണ്ട്. പലതരത്തിലുള്ള വർഗീയ ലഹളകളും ഇവിടെ ഉണ്ടായിട്ടുമുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഇതൊന്നും നമുക്ക് അവസാനിപ്പിക്കാനാണ് ഇത് ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ പറഞ്ഞത്. ദൈവം എന്ന് പറഞ്ഞ സംഭവം നിങ്ങളെ മനസ്സിലാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ തല്ലുകൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന സമയത്തേക്ക് ഏലിയൻ തിയറി കൊണ്ടുവരുക. എന്നിട്ട് ഏലിയനാണ് ദൈവം, ഏലിയനാണ് മനുഷ്യനെ ഇങ്ങനെ ഉണ്ടാക്കിയത് അല്ല എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ വരും. അപ്പോൾ അവർ തമ്മിൽ തല്ലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഒഴിവാക്കുക. എന്തിന് വെറുതെ ഇങ്ങനത്തെ കണ്ടന്റ് കൊടുത്തിട്ട് കുത്തിപ്പിടിച്ചിട്ട് അനുരാഗികൾ സീരീസ് 1, സീരീസ് 2, പാർട്ട് 1 എങ്ങനെ മനുഷ്യനുണ്ടായി, ഏലിയൻസ് ഇതാ, എന്തൊക്കെ മണ്ടത്തരങ്ങളാണ്. നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കിക്കോ, നിങ്ങൾക്ക് പൈസ കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കിക്കോ മക്കളെ. പക്ഷെ എന്തിന് ആളുകളെ തമ്മിൽ തല്ലുകൂടിക്കുന്നു? പല സ്ഥലത്തും ഇതിപ്പോൾ ഭയങ്കര വാദങ്ങൾ, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഗ്രൂപ്പുകൾ, ഇതിലൊക്കെ തല്ലുകൂടിക്കൊണ്ട് പോവുക. ഇതിപ്പോൾ അടുത്ത് തന്നെ ക്ലബ് ഹൗസ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ തല്ലുകൂടുക. ഇതും പറഞ്ഞിട്ട് ഏലിയൻ തിയറിയും പറഞ്ഞിട്ട് ഇതൊക്കെ പണ്ട് ഏലിയൻ ഉണ്ടാക്കിയതാണെന്നല്ലാണ്ട് നിന്റെ മതത്തിലല്ല. ഈ മതക്കാരെല്ലാം എതിരെ തുടങ്ങിയിട്ടുണ്ട്. ഹിന്ദു മതത്തിലുള്ളവരും ക്രിസ്തു മതത്തിലുള്ളവരും മുസ്ലിം മതത്തിലുള്ള ഇതിനെതിരെ തുടങ്ങിയിട്ടുണ്ട്. അല്ല, നമ്മളെ ഈ ആളുണ്ടാക്കിയതാണ്, നമ്മളെ ദൈവമാണ് ഇതെല്ലാം ഉണ്ടാക്കി, അല്ലാണ്ട് ഏലിയൻസ് അല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ലാസ്റ്റ് എന്താ യുദ്ധവും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചാകാൻ തുടങ്ങും. എന്തിന് വെറുതെ ഇതിന് വഴി വെച്ച് കൊടുക്കുന്നത്, വളം വെച്ച് കൊടുക്കുന്നത്? നിങ്ങളിങ്ങനെ അനുരാഗി ഭട്ടാരം മറ്റേത് എന്നെല്ലാം പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നത് ഇതെല്ലാം ശുദ്ധം മണ്ടത്തര മക്കളെ. അവരെ ഭാഷയിൽ എഴുതി വെച്ച കാര്യങ്ങൾ സത്യമാണോന്നില്ല ഒരു തരത്തിലുള്ള തെളിവും അവർക്ക് തന്നെ ഇല്ല. ഈ കണ്ടുപിടിച്ചവർക്ക് തന്നെ അതിന് തെളിവൊന്നുമില്ല. അതിലേടെയല്ലോ ഒരു 14 ഫലകങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരു സ്ഥലത്തുനിന്ന്.
ഒരു സ്ഥലത്തുനിന്ന് ഒരു 4-5 കൊത്തുപണികളുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് ചേർത്തിട്ട് അവരൊരു കഥ ഉണ്ടാക്കിയതാണ് ഇത് സാധനം. അല്ലാണ്ട് നമ്മളൊന്നും പോയി ചെക്ക് ചെയ്തൊന്നല്ലല്ലോ ഇത്. ആണോ? ഇതൊക്കെ ഒരു അങ്ങ് ആഫ്രിക്കയിൽ എവിടെയോ കിടക്കുന്ന ഒരു ടീം വന്നിട്ട് ഇവിടുത്തെ മലയാളത്തിൽ എഴുതിയൊരു കത്ത് ഡീകോഡ് ചെയ്ത് എടുക്കുമ്പോൾ പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. അതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. അത് കൃത്യമായി വ്യക്തമായ അർത്ഥങ്ങളോടുകൂടി വരൂല. നിങ്ങൾ എന്നെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. വേറെ ഏതെങ്കിലും ഒരു ഭാഷ എടുത്തിട്ട് നമുക്ക് തർജ്ജമ ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ടല്ലോ, വേറെ ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് എഴുതിയ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി, അത് വരുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. കറക്റ്റ് അതിൻ്റെ അർത്ഥത്തിലൊന്നും ആയിരിക്കില്ല വരുന്നത്. മലയാളം തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ പല അർത്ഥങ്ങളാണ് വരിക. അപ്പം തന്നെ മനസ്സിലാക്കിക്കോളൂ, ആ ലിംഗ്വിസ്റ്റിക്കുകൾ ഭാഷാ പണ്ഡിതന്മാർ ഇവർ കുത്തിരുന്ന് ഡീകോഡ് ചെയ്ത് എടുത്താലും കറക്റ്റ് ശരിയായ അർത്ഥത്തിലൊന്നും വരൂല. എല്ലാ വാക്കുകളും ശരിയായ അർത്ഥത്തിലൊന്നും വരൂല. അപ്പം ഇതിലുള്ള കഥയെല്ലാം മാറും. ചിലപ്പോൾ അവർ ഏലിയൻ നന്നായിക്കൂല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അവർ ഇതേപോലെ എന്തെങ്കിലും മണ്ടത്തിൽ എഴുതി വെച്ചതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതൊന്നും ശരിയാവില്ല. നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. എന്തിന് വെറുതെ വേറില്ല അവരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് ഓരോ കണ്ടന്റുകൾ നമ്മളായിട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഏലിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാം. അത് ഇതുവരെ ആരും കണ്ടെത്തിയില്ല. വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ ഇതുപോലെ താമസിക്കാനുള്ള സാഹചര്യം ഉണ്ട്, ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ അവർക്ക് ഇങ്ങെത്താനും നമുക്ക് അങ്ങെത്താനും ഒരുപാട് പരിമിതികളുണ്ട്. അതൊന്നും ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഒരിക്കലും പറയാൻ പറ്റില്ല. അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് അവരിവിടെ വരുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല. നമുക്ക് അതിനെല്ലാം പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന 7 വർണ്ണങ്ങളാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന 7 വർണ്ണങ്ങളാണ്. ഈ 7 വർണ്ണങ്ങളല്ലാണ്ട് വേറെയും വർണ്ണങ്ങളുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇപ്പം നായികൾക്ക് കാണാൻ പറ്റുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മൃഗത്തിന് കാണാൻ പറ്റുന്ന ഒരു രീതിയിലല്ല മനുഷ്യന് കാണാൻ പറ്റുന്നത്. നമുക്ക് കാണാൻ പറ്റാത്തത് കൂടി വേറെയുള്ള ജീവികൾക്ക് കാണാൻ പറ്റും കളറുകൾ. അത് ഉപയോഗിച്ചിട്ട് നമ്മളെ സംഭവം ബ്രെയിനും റെറ്റിനയും ഇതും എല്ലാം കൂടെ ചേർത്തിട്ട് അവരൊരു രൂപം തരുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അതിനെ നമ്മൾ ഇന്ന പേരിട്ട് വിളിക്കുന്നതേ ഉള്ളൂ. ഇത് നായി. അതിന് ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു അവയവം ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റാത്ത നിറത്തിലാണെങ്കിൽ നമുക്കറിയില്ല. അതേപോലെ വേറെയുള്ള ഗ്രഹത്തിൽ ഇതേപോലെ വേറെ എന്തെങ്കിലും നിറത്തിലാണെങ്കിൽ അവർ ഇവിടെ വന്നാലും നമുക്കറിയാനൊന്നും പറ്റൊന്നുമില്ല ഇത് ഉണ്ടായിനോ ഇല്ലയോ എന്നുള്ളത്. അവരായിട്ട് നമ്മളെ കണ്ടെത്തിയിട്ട് ചിലപ്പോൾ അവർക്ക് നമ്മളെ കാണാൻ പറ്റിയെന്ന് വരില്ല. അവരെ കണ്ണിൻ്റെ പ്രത്യേകത കൊണ്ട് അവർക്ക് ചിലപ്പോൾ നമ്മളെ കണ്ടെത്തിയെന്ന് വരില്ല. അവർക്ക് കാണുന്നത് ചിലപ്പോൾ കാട് മാത്രമാണെങ്കിൽ ഈ സാധനം ഇവിടെ മൊത്തം കാടാന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകും ചിലപ്പോൾ. അതുകൊണ്ട് ഇതൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റാത്തതും പ്രവചിക്കാൻ പറ്റാത്തതും ഭയങ്കര അറിവുള്ള ഒരാളെപ്പോലെ ഇരുന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇതിലൊക്കെ നമുക്ക് പരിമിതമായ കുറച്ച് അറിവുകളേ ഉള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പുതിയ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇതിലിട്ടിട്ട് വേറെ ഒരാളെ തല്ലിയിട്ട് ചാവുന്ന രൂപത്തിലേക്ക് എത്തിക്കാൻ പാടില്ല. അനുരാഗി സീരീസ് എന്ന് പറഞ്ഞിട്ട് ഇനി ആര് വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് നിർത്തിക്കോ, അതായിരിക്കും നല്ലത്. കാരണം ഇതൊന്നും സംഭവമല്ല. ഞാൻ പറഞ്ഞു, കുറച്ച് ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞു, കുറേ അധികം പറയാൻ കഴിയില്ല, വീഡിയോ മൊത്തം നീണ്ടുപോകും. ലിംഗ്വിസ്റ്റിക്കുകളോ അങ്ങനത്തെ കാര്യങ്ങളോ വെച്ചിട്ട് നമ്മൾ അവരെന്ത് ചെയ്യുന്നു, അവർ കുറേ കാര്യങ്ങൾ ഈ ലിഖിതങ്ങൾ നോക്കിയിട്ട് ഡീകോഡ് ചെയ്ത് എടുക്കണമെങ്കിൽ ഒരാൾ കണ്ടെത്തിയതായിരിക്കില്ല മറ്റേ ആൾ കണ്ടെത്തുക. ഇതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കഥ അവർ പ്രസിദ്ധീകരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. അത് പൂർണ്ണമായ സത്യമായിരിക്കില്ല, അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് എന്ത് വന്നിട്ടുണ്ടാവില്ല, ഇവിടെ ഏലിയനൊന്നും അയക്കില്ല മനുഷ്യന്. ഞാൻ നേരത്തെ പറഞ്ഞ കഥ പോലെ കേരളത്തിലേക്ക് അല്ല ഇന്ത്യയിലേക്ക് ഹിമാലയം കടന്നിട്ട് ഏതെങ്കിലും ഒരു ഹെലികോപ്റ്റർ അറിയാണ്ട് വന്നിട്ട് പെട്ട പോലെ അവസ്ഥയായിരിക്കും ഇത്. അല്ലാതെ ഇത് വേറെ സംഭവമൊന്നുമല്ല. അവരന്നേരം കണ്ടെത്ത്. ഇനി വെള്ളപ്പൊക്കം വന്ന കാര്യം, ഈ പണ്ടൊന്നും ഇത്രയും സാറ്റലൈറ്റോ ഇത്ര രാജ്യങ്ങളോ ഒന്നും അറിയുന്നവർ ഇല്ല. അപ്പം ഇവർ ഇത്രയും രാജ്യങ്ങളുണ്ടെന്നോ അല്ലെ ഇത്ര ഭൂഖണ്ഡങ്ങൾ ഉണ്ടെന്നോ ഈ കടൽ കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇപ്പം തന്നെ 3/4 ഭാഗത്തോളം ജലമാണ് ഈ ഭൂമിൻ്റെ. അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഭൂപ്രദേശം ഉണ്ടോ എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാർക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടൊന്നുമില്ല. ഇത്രയും ടെക്നോളജികൾ നിലവിലിരിക്കുന്ന ഈ സമയത്തും ഈ 3/4 ഭാഗത്തോളം ജലമുള്ള അതായത് ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഭൂപ്രദേശം ഉണ്ടോ, ദ്വീപ് പോലെ ഉണ്ടോ, അവരവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്ന് വരെ ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പം അവിടെ ഇതേപോലെ ഭയങ്കര ടെക്നോളജിയിലെ ടീം ഉണ്ടോ എന്ന് ഇപ്പോൾ ആർക്കറിയാം. അവരാണോ ഈ ഹെലികോപ്റ്ററിലൂടെ വന്നിനൊന്നും പറയാൻ പറ്റില്ല. ഇതുപോലെ ഘടകത്തിൽ അവരിപ്പം സഞ്ചരിക്കുന്നുണ്ടാവില്ല, അവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നുണ്ടാവില്ല. അവരിതേപോലെ സാറ്റലൈറ്റ് വിടുന്നുണ്ടോയെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊന്നും നമ്മൾ തീരുമാനിച്ചിട്ട് കഥകൾ ഉണ്ടാക്കിയിട്ട് ഇറക്കിയിട്ട് തല്ലുണ്ടാക്കരുത്. ഇവിടെ അല്ലേ തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. അതിനിടയിൽ ഇങ്ങനത്തെ കുറേ മണ്ടത്തരം കൂടെ എഴുന്നള്ളിച്ചിട്ട് ഇപ്പോൾ എല്ലാവരുടെയും ചർച്ചയാണോ ഇതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചയാണ്. ഈ യൂട്യൂബ് തുറന്നാൽ ഇപ്പോൾ അനുനാഗി
അനുനാഗി ഇതൊന്നുമില്ല. ഈ അനുനാഗി എന്ന് പറയുന്നത് തന്നെ ഫുൾ ബ്ലണ്ടത്തരാ. അവരുണ്ടാക്കിയ കണ്ടെത്തിയ ആൾക്കാർ അവരെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ സാധനം ഉണ്ടാക്കി. ഇതെല്ലാം സത്യമാണോന്ന് ഇപ്പം നമുക്ക് എങ്ങനെ അറിയാം? ഫലകങ്ങളിൽ എഴുതിയത് ഇതന്നെയാണോന്ന് ഇപ്പം എങ്ങനെ അറിയാം? ലിംഗ്വിസ്റ്റിക്കുകൾ എന്ന് പറയുന്ന ആ ടീം കണ്ടെത്തി അവരെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞതാണോന്ന് ഇപ്പം നമുക്ക് ഉറപ്പൊന്നുമില്ല. ഇതൊന്നും വിശ്വസിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. വീഡിയോ അധികം ലെങ്തി ആവുന്നില്ല. അപ്പം ഞാൻ ഇതോടെ നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.